കോട്ടയം മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനായക ചതുർത്ഥി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതിലിപ്പോൾ മഹാഗണപതി ഹോമം ദർശനം നടത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നു. മിഥുൻ, നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ഒന്നാകെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ അവിടെ മേളത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടിയുള്ള ഈ ദർശനം തത്സമയം കാണിച്ചിരുന്നു. ഇപ്പോൾ ഉള്ള ചടങ്ങുകൾ എന്താണ്? എത്രത്തോളം ഭക്തജനങ്ങൾ ഇപ്പോഴും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്? ഭക്തജനങ്ങൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മഹാഗണപതി ഹോമത്തിന്റെ ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മഹാഗണപതി ഹോമത്തിന്റെ ഏറ്റവും അവസാന ഘട്ടമായിട്ടുള്ള മഹാഗണപതി ഹോമം ദർശനമാണ്. ഇപ്പോൾ ഇന്ന് വിനായക ചതുർത്ഥി ദിനത്തിൽ മള്ളിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ മഹാഗണപതി ഹോമത്തിന്റെ ദർശനം എന്ന് പറയുന്നത്. ആ ദർശനം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. ആ ദർശനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭക്തജനങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടിച്ചുകൂടിയിരുന്ന പ്രാർത്ഥന ഭക്തജനങ്ങൾ ഇപ്പോൾ ആ ദർശന ഭാഗ്യത്തിന് വേണ്ടി ആ മഹാഗണപതി ഹോമം നടന്നിട്ടുള്ള ആ പ്രത്യേക മണ്ഡപത്തിന് ചുറ്റും ദർശനത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസം നീണ്ടുനിന്ന ബൃഹത്തായിട്ടുള്ള ഒരു ഉത്സവ ചടങ്ങുകൾക്കെല്ലാം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മഹാഗണപതി ഹോമം എന്ന് പറയുന്നത് 10,000 തേങ്ങകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മഹാഗണപതി ഹോമമാണ്. ഇന്ന് പുലർച്ചെ 5:30 ഈ ഹോമം ആരംഭം കുറിച്ചത്. ഈ ഹോമത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്, മുഖ്യ കാർമ്മികത്വം വഹിച്ചിരിക്കുന്നത് മള്ളിയൂർ ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അദ്ദേഹം 5:30 മുതൽ ആരംഭിച്ചുള്ള ആ ഗണപതി ഹോമം അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയും ഇന്ന് 11 കാലോടുകൂടി വലിയ രീതിയിൽ അതിൻ്റെ ആ ഭക്തജനങ്ങൾ അതിൻ്റെ മഹാഗണപതി ഹോമം ദർശനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവർ തൊഴുത് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇതാ പഞ്ചവാദ്യവും അവസാനിച്ചിരിക്കുന്നു. കോങ്ങാട് മധു, അതായത് തൃശ്ശൂർ പൂരത്തിലെ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് അടക്കം നേതൃത്വം നൽകുന്ന മേള വിദ്വാൻ പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള ഒരു കലാകാരൻ എന്ന് പറയുന്ന കോങ്ങാട് മധു നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യത്തിന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഈ മഹാഗണപതി ഹോമ ദർശനത്തിന് ഇമ്പമേകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പഞ്ചവാദ്യം ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ അവസാനിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മേളങ്ങൾ ക്ഷേത്രത്തിൻ്റെ പല മേഖലകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ദർശനം അതിൻ്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഈ മഹാഗണപതി ഹോമ ദർശനത്തിൽ ഇനിയും പങ്കെടുക്കാനുള്ള ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ മഹാഗണപതി ഹോമത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി നടക്കാനുള്ളത് ഗജപൂജയും ആനയൂട്ടാണ്. ആനയൂട്ടിനായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ ഗജപൂജയും ആനയൂട്ടും നടക്കും. ഇപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് നമുക്ക് പോകാം. പുറത്ത് ഗജവീരന്മാർ അണിനിരന്ന് കഴിഞ്ഞു. അവർ ഇനി ഈ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായിട്ടുള്ള പ്രത്യക്ഷ ഗണപതി പൂജ എന്ന് പറയപ്പെടുന്ന ഗജപൂജയിലേക്കും അതുപോലെ തന്നെ ആനയൂട്ടിലേക്കും കടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് എന്ന് പറയുന്നത്. ഇതാ ഗജവീരന്മാർ ഇപ്പോൾ ക്ഷേത്രത്തിന് തൊട്ട് പുറത്ത് കൃത്യം ക്രമീകരിച്ച പന്തലിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഏറ്റവും ഭക്തി നിർഭരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അവിടേക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ഗജ പൂജയും ആനയൂട്ടും. ഈ ഗജപൂജ എന്ന് പറയുന്നത് തന്നെ മഹാഗണപതിയെ നേരിട്ട് പൂജിക്കുന്നു എന്നുള്ള
ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഈ ഗജപൂജ നടക്കുകയും അതിൻ്റെ മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുന്നു. പ്രത്യക്ഷ ഗണപതി പൂജ എന്നറിയപ്പെടുന്ന ഗജപൂജയിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ആനയൂട്ടും അതിന് പിന്നാലെ തന്നെ നടക്കും. അതിനുശേഷമാണ് പഞ്ചാരി മേളവും നടക്കുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യ കലാകാരനായിട്ടുള്ള പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മിഥുൻ, ഇത് മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ മിഥുൻ പോകുന്നത്. നേരത്തെ ഭക്തിസാന്ദ്രമായിരുന്നു അന്തരീക്ഷമെങ്കിൽ ഇനി കാഴ്ചയുടെയും കൂടി മനോഹാരിതയിലേക്ക് കടക്കാൻ പോവുകയാണ്. നേരത്തെ നമുക്കറിയാം കാഴ്ചയും കേൾവിയും ഒക്കെ അങ്ങനെ മനോഹരമായിരുന്ന ഒരു ഘട്ടമായിരുന്നു. ഈ പഞ്ചവാദ്യമൊക്കെ കേൾക്കുന്നതിൻ്റെ ഒരു സുഖവും അതേസമയം ഭക്തിയോടുകൂടി മഹാഗണപതി ഹോമം തൊഴുതുമാറുന്നതിൻ്റെയും ഒക്കെ. ഇനി നടക്കാൻ പോകുന്ന ഈ ഗജപൂജ, ആനയൂട്ട്, ഇതിൽ 12-ൽ പരം പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ പന്തൽ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏറ്റവും സേഫായി ആനകൾക്ക് ഏറ്റവും സുരക്ഷിതമായി തന്നെ അവയെ ഈ ആനയൂട്ടിനും ഗജപൂജയ്ക്കുമായി തയ്യാറാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ 12 ഗജവീരന്മാർ അങ്ങോട്ടേക്ക് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. എത്ര സമയം ആകും ഈ ഗജപൂജയും ആനയൂട്ടിനും ഒക്കെ നടക്കുന്നതിന് മിഥുൻ? ഇപ്പോൾ വൈകാതെ തന്നെ ഗജപൂജ നടക്കുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ശ്രീശ് നമ്പൂരി നമ്മുടെ ചേരുന്നത്. ഈ ഗജപൂജ എത്ര ആനകളാണ് പങ്കെടുക്കുന്നത്? 12-ലധികം ഉണ്ട്. 13ഓളം ആനകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഗുരുവായൂർ ഇന്ദ്രസൻ, ഗുരുവായൂർ രാജശേഖരൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ അടങ്ങുന്ന 12ഓളം ഗജവീരന്മാരാണ് ഗജപൂജ ആനയൂട്ടും പിന്നെ അത് കഴിഞ്ഞ് എഴുന്നള്ളിപ്പിനും പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ ഗജപൂജ തന്നെ ഒരു പ്രത്യക്ഷ ഗണപതി പൂജ എന്നാണ് കൂടിയാണല്ലോ ഇതിനറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടി ഗണപതി തന്നെയാണല്ലോ ഗജവീരന്മാർ എന്ന് പറഞ്ഞാൽ ഗണപതി തന്നെയാണ്. അതിലുപരി ഗുരുവായൂർ എന്ന് വരുമ്പോൾ ഗുരുവായൂരപ്പനുമായി, അപ്പോൾ അത് ഇവിടുത്തെ പോലെ തന്നെയായി. അങ്ങനെയുള്ള ഗണപതിയെ പ്രത്യക്ഷ ഗണപതിയായി കണ്ട് ഗണപതിയാവും ദർശനം കഴിഞ്ഞു ഗണപതിയായിട്ട് കണ്ട് ഇരുത്തി പൂജിക്കുകയാണ്. എത്ര മണിയോട് കൂടിയാണ് ഇത് ആരംഭിക്കുക? ഒരു 15 മിനിറ്റിനുള്ളിൽ ആരംഭിക്കുന്നതാണ്. വന്നാൽ ആരംഭിക്കുകയായി തന്ത്രി. ശരി, ഏതായാലും തുടർന്നുള്ള നിമിഷങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏതായാലും ഇപ്പോൾ ഗജപൂജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയും മനുഷ്യനും എത്രത്തോളം പരസ്പരം സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകണം, അവയെ പരസ്പരം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രതീകങ്ങളുടെയും എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് ഹൈന്ദവ സംസ്കാരത്തിനുള്ളത്. അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി കാണുന്നു എന്നുള്ളത് കൂടി നമുക്ക് ഇത്തരം ചടങ്ങുകളിലൂടെ നമുക്ക് കാണാം. നമുക്കറിയാം കാവ് സംരക്ഷണമായാലും ഗോ സംരക്ഷണമായാലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ആനയൂട്ട് പോലുള്ള മീനൂട്ട് പോലുള്ള ചടങ്ങുകൾ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നടക്കുന്നതാണ്. ഇപ്പോൾ അത് സമാനമായി തന്നെ ഗണപതിക്ക് സമാനമായി തന്നെ ഈ ഗജവീരന്മാരെ കണ്ടുകൊണ്ട് അവയെ ദൈവതുല്യം കണ്ടുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ ആനയൂട്ട് നടത്തുക, ഗജപൂജ നടത്തുക എന്നുള്ളതാണ്. ഗണപതിയായി തന്നെ കൊണ്ട് ആനയെ പൂജിക്കുന്നു. അതിനുശേഷം അവർക്ക് ആനയൂട്ട് നടത്തുന്നു. ഏറ്റവും സവിശേഷവും മഹത്തരവും മനോഹരവുമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ മള്ളിയൂർ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള, അതായത് ക്ഷേത്രത്തിൽ നമുക്കറിയാം മഹാഗണപതി ഹോമം കഴിഞ്ഞ് അതിൻ്റെ ദർശനവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് അകലെ നിർത്തിയിരുന്ന ഭക്തജനങ്ങളെ കുറച്ചുകൂടി അടുത്തേക്ക്, എന്നാൽ തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം പാലിച്ചുകൊണ്ടും അകലം പാലിച്ചുകൊണ്ടും ഭക്തജനങ്ങൾക്ക് ഈ ഗജപൂജ നേരിട്ട് കാണുന്നതിന് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ 13ഓളം ആനകൾ ഈ ഗജപൂജയിൽ അണിനിരക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലെ സാധാരണ ശീവേലികൾക്ക് വേണ്ടി ഇവിടെ ദിവസങ്ങളായി തങ്ങിയിരുന്ന പ്രധാനപ്പെട്ട ഗജവീരന്മാരുണ്ട്. ഗുരുവായൂർ ഇന്ദ്രസേന അടക്കമുള്ള ഗജവീരന്മാരുണ്ട്. ആ 3 ആനകളാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആനകൾ കൂടി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ആനയൂട്ടിന് മുമ്പ് ഗജപൂജ നടത്തുകയും പിന്നീട് ആനയൂട്ടിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നയന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ഗജവീര ചന്തത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വാചാലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആനയുടെ നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ വെഞ്ചാമരവും കോലവും
തിടമ്പുമെല്ലാം ഏറ്റിയിട്ടുള്ള ആനയുടെ ചന്തം നമ്മളെല്ലാം തന്നെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജമേളകൾ അല്ലെങ്കിൽ ഈ ആനയൂട്ടുകൾ ഗജപൂജയെല്ലാം കാണുക എന്ന് പറയുന്നത് അത് മറ്റൊരു ആസ്വാദനം കൂടിയാണ്. കാരണം ആനകളുടെ തനത് രുചി, ആനകളുടെ തനത് ഭംഗി, ആ വന്യമായിട്ടുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇത്തരത്തിൽ ആടയാഭരണങ്ങൾ ഏതുമില്ലാതെ ആനയെ കാണുക എന്നുള്ളത് കൂടി ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അതിപ്പോൾ കർക്കിടക മാസത്തിൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ആനയൂട്ടിലാകട്ടെ, അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളെല്ലാം നടക്കുന്ന ആനയൂട്ടിലാകട്ടെ, അവിടേക്കെല്ലാം ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തുന്നത് ഈ ആനയുടെ വന്യ സൗന്ദര്യം നേരിട്ട് കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. ഉത്സവങ്ങളിൽ നെറ്റിപ്പട്ടവുമെല്ലാം ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടുള്ള കരിവീര ചന്തമാണെങ്കിൽ ഇപ്പോഴാണ് യഥാർത്ഥ കരിവീര ചന്തം എന്ന് പറയാൻ കഴിയുന്നത്. കാരണം ആനകളെ അതിൻ്റെ തനത് ഭംഗിയിൽ, വന്യമായിട്ടുള്ള ഭംഗിയിൽ കാണാൻ കഴിയുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാഴ്ച തന്നെയാണുള്ളത്. ഈ ആളുകൾ എല്ലാം തന്നെ കാത്തിരിക്കുന്നതും അത്തരം കാഴ്ചകൾക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത് വെറും 3 ആനകൾ മാത്രമാണ്. ഇനി തുടർന്നുള്ള ഏതാണ്ട് 10ഓളം ആനകൾ ഇനി ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഗജപൂജ ആരംഭിക്കുക. ഈ കൂടുതൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ നേരത്തെ മിഥുൻ കാണിച്ചു, ഒരു പന്തലിനുള്ളിലാണ് ഈ ആനകളെ ഇപ്പോൾ ഇങ്ങനെ അണിനിരത്തുന്നത്. ഇപ്പോൾ തന്നെ അവിടെ നല്ല ജനക്കൂട്ടമുണ്ട്. ഈ മഹാഗണപതി ഹോമം തൊഴാനായി എത്തുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ ആനയൂട്ടിലും ഗജപൂജയിലും പങ്കെടുത്ത ശേഷമാണ് മടങ്ങാറ്. എങ്ങനെയാണ് അവർക്കവിടെ കൂടി നിൽക്കാനുള്ള അവസരം ലഭിക്കുക, ഇത് ദർശിക്കാനുള്ള അവസരം ലഭിക്കുക? വരുന്ന എല്ലാവർക്കും ഇത് ദർശിക്കാനുള്ള അവസരം ഉണ്ടാകുമോ? തുടർന്നുള്ള മറ്റ് ചടങ്ങുകളുമൊക്കെ എങ്ങനെയാണ് മിഥുൻ? തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഈ ചടങ്ങുകളിൽ ഭാഗമാകാനും അതുപോലെ തന്നെ ഇത് ദർശിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ക്ഷേത്രം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് വിദഗ്ധമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കാണുന്ന കാഴ്ചകൾ. കാരണം ഇന്ന് രാവിലെ 5 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയായിരുന്നു. അതിനുശേഷം ഭക്തജനങ്ങളുടെ എണ്ണം കൂടി വന്ന് ഇപ്പോൾ ഈ ആനകൾക്ക് ആനയൂട്ട് നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിനകത്ത് ഒത്തുകൂടിയിരുന്നത്. അതായത് മഹാഗണപതി ഹോമ ദർശനത്തിന് വേണ്ടി അവരിപ്പോൾ ആനയൂട്ട് കാണാൻ കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കാണാം. ഈ ആനയൂട്ട് കാണാൻ വേണ്ടി എത്തിയതാണോ? ആനയൂട്ട് കാണാൻ മഹാഗണപതി ഹോമം അകത്ത് മഹാഗണപതി ഹോമം കണ്ടായിരുന്നു. എന്താണ് പറയാനുള്ളത്? അതിന് വളരെ ഇതായിരുന്നു, ഭംഗിയാണ് കാണാൻ. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ഇവിടെ തന്നെയാണോ വീട്? ചക്രത്തിലെ വീട്. എപ്പോഴാണ് ക്ഷേത്രത്തിൽ രാവിലെ വന്നതാ. നീ മഹാഗണപതി കൊടുത്തിരിക്കുന്നു. അത് 12 കിട്ടുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ അതോ വൈകുന്നേരം കൂടി? അല്ല, 12 പോവും. 12-1 മണിയാവും പോവും. ഈ മഹാഗണപതി ഹോമം കണ്ട് ആനയൂട്ടും കണ്ടിട്ട് പോകാന്നുള്ളത് അത് തന്നെ. അത് തന്നെയാണോ രീതി? എല്ലാ വർഷവും അങ്ങനെയാണ് രീതി. അമ്മ, എങ്ങനെയാണ് ഇപ്പൊ ഈ ഇത്രയും ആനകളൊക്കെ ഇങ്ങനെ കാണുന്നു? എങ്ങനെ? ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ആദ്യം പാമ്പാടി രാജൻ അന്ന് കാലം മുതൽ വന്നിട്ടുണ്ട്. പാമ്പാടി രാജന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇനിയും ബാക്കി ആനയും കൂടെ വരാൻ നിൽക്കുന്നു. ഇതിന്റെ വീഡിയോ എടുത്ത് എൻ്റെ മക്കൾ മസ്കറ്റിലാണ്, കൊച്ചുമക്കളുണ്ട് അവിടെ, അവർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ ഇത് കാണാൻ പറ്റാത്തത് ഒത്തിരി. അവർ ഈയിടെ വന്നിട്ടാണ് പോയത്. സാധാരണ ഞങ്ങളിവിടെ വരാറുണ്ട്. സന്തോഷമായിട്ട് നിൽക്കുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അകത്ത് കയറി ഗണപതി ഹോമം കണ്ടു, ഭഗവാനെ കണ്ടു, എല്ലാവരും ചുറ്റിക്കറങ്ങി സന്തോഷമായിട്ട്. ഏതായാലും അടുത്ത വർഷമെങ്കിലും ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ എല്ലാവരും ഒത്തുകൂടാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദർശനം നടത്തിയപ്പോൾ എന്താണ് തോന്നിയത്? എല്ലാ തടസ്സങ്ങളും നീങ്ങുമെന്ന് ഉള്ള വിശ്വാസം. എൻ്റെ മോക്കൊരു അസുഖത്തിലാണ്, അതും മാറിക്കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നല്ല കാലാവസ്ഥ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാ, നല്ല വെയിലാ, നല്ല അന്തരീക്ഷമാ. ഇടയ്ക്കൊരു മഴ വരുന്നത് നല്ലതും കൂടിയാണ് അല്ലേ? ഇടയ്ക്ക് മഴ വരുന്നത് നല്ലതും കൂടിയാ. ആനോട്ട് എല്ലാം കൂടെ കൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷം. തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു വളരെ സന്തോഷത്തിലും ഈ ചടങ്ങുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള നിർവൃതിയിലും എല്ലാമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളടക്കം ഈ ഇതിലേക്കുണ്ട്. ആനയെ കണ്ടോ? എത്ര ആനയുണ്ട്? 3. ഇനി എത്ര ആനകൾ വരും? 9. 9 ആനകൾ വരും. ആനയൂട്ട് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആനയൂട്ട്
ആനയൂട്ട് കണ്ടിട്ടുണ്ടോ? ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ. ഭഗവാനെ തൊഴുതായിരുന്നു. എന്ത് തോന്നി? മോളെ ആനയെ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? എത്ര ആനകളെ കാണണം ഇനി? 9 ആനകളെ കാത്തിരിക്കുകയാണോ? ആനയ്ക്ക് ആനയൂട്ട് നടക്കുവാണ്. എന്താണെന്നറിയാവോ? ആനയൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആനയ്ക്ക് ഭക്ഷണം കൊടുക്കും. ആന എന്തായിട്ട് കണ്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഗണപതിയായിട്ട്. ഇതിനു മുമ്പ് ആനയൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാ കാണുന്നേ? ഇത്ര ആനകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ മുമ്പ്? ഇല്ല. ഇല്ല അല്ലേ? എന്തായാലും ഇന്ന് കാണാം. കുട്ടികളടക്കം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ച തന്നെയാണ് വീണ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ മറ്റ് ഈ ഏതാണ്ട് 9-10 ആനകൾ ഇനി എത്താനുണ്ട് എന്നാണ് ഇവിടുന്ന് അറിയിച്ചിരിക്കുന്നത്. ആ ആനകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ ഗജപൂജയും അതുപോലെ തന്നെ ഈ ആനയൂട്ടിനെയും തുടക്കമാകും.